Hello friends, Technique Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മോട്ടോറോളയുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണായ മോട്ടോ വൺ വിഷൻ ആണ്. അപ്പോൾ മോട്ടോ വൺ വിഷൻ എന്തിനാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്? ഇത് ആക്ച്വലി അനൗൺസ്ഡ് ഡിവൈസ് ആയിരുന്നു, ബ്രസീലിലായിരുന്നു ഫസ്റ്റ് അനൗൺസ് ചെയ്തത്. അപ്പോൾ മോട്ടോ വൺ വിഷൻ്റെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതുകൂടാണ്ട് തന്നെ നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ പ്രൈസിങ് പറയാം. 19,999, അതായത് 20,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസിങ് മോട്ടോ വൺ വിഷൻ്റെ. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ടൈമാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ 21:9 ആസ്പെക്ട് റേഷ്യോ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ കണ്ടതെല്ലാം ഇനീഷ്യലി നമ്മൾ 16:9 ആയിരുന്നു ഡിസ്പ്ലേ ആസ്പെക്ട് റേഷ്യോ, പിന്നെ 18:9 ആയി നോച്ച് ഡിസ്പ്ലേ വന്നതോടുകൂടി. പിന്നെ നോച്ചിൽ മാറി നമുക്ക് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയിൽ 19.5:9 ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 21:9 ആണ്, അതായത് വളരെ ടോൾ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കാരണം സിനിമ കാണാനോ അങ്ങനത്തെ വീഡിയോസ് കാണാനോ വളരെ ഒരു മികച്ച ഡിസ്പ്ലേ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വൈഡ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് മോട്ടോ വൺ വിഷൻ നൽകുന്നത്. പിന്നെ മോട്ടോ വൺ വിഷൻ്റെ പ്രത്യേകത 48 മെഗാ പിക്സൽ ക്യാമറയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടത്. സാംസങ്ങിൻ്റെ GM1 സെൻസറാണ്, എക്സിനോസ് 9609 ഒക്ടോകോ പ്രോസസ്സറാണ്, 4 GB റാമും 128 GB സ്റ്റോറേജാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്രോൺസ് കളർ വേരിയൻ്റ്, ബ്രോൺസ് ഗ്രേഡിയൻറ്റും പിന്നെ വേറൊരു കളറും കൂടെ ഉള്ളത് സഫയർ ഗ്രേഡിയൻറ്റ്. സഫയർ ഗ്രേഡിയൻ എന്ന് പറഞ്ഞാൽ ബ്ലൂവിൻ്റെ കളറാണ്. ബ്രോൺസ് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ബ്രൗണിഷ് കളറാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബ്രോൺസ് ഗ്രേഡിയൻ്റാണ്. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. ബോക്സ് പാക്കേജിൻ്റെ ബാക്കിൽ നമുക്ക് കാണാം സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. 48 മെഗാ പിക്സൽ ക്വാഡ് പിക്സൽ സെൻസർ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്, AI ഇൻക്ലൂഡഡ് ആണ്, 16 സെന്റിമീറ്റർ ഫുൾ HD+ റെസൊല്യൂഷൻ സിനിമ വിഷൻ ഡിസ്പ്ലേ, 21:9 ആസ്പെക്ട് റേഷ്യോ, 25 മെഗാ പിക്സൽ ക്വാഡ് പിക്സൽ സെൽഫി ക്യാമറയും 120 GB UFS സ്റ്റോറേജുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ. പിന്നെ ഡോൾബി ഓഡിയോയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഡിവൈസ് കാണാം. അപ്പോൾ ആക്ച്വൽ നമ്മുടെ ബോക്സ് റിവ്യൂസ് ബോക്സ് ആണ്, ആക്ച്വൽ റീറ്റെയിൽ ബോക്സ് അല്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കേസ് ഇൻക്ലൂഡഡ് ആണ്, ആക്ച്വലി ഒരു TPU കേസ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇതിനകത്ത് ഇൻക്ലൂഡ് ഉള്ള കാര്യം എന്താ വെച്ചാൽ ഇത് റിവ്യൂസ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതാണ് ബ്രോൺസ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന കളർ, ഒരു ബ്രൗണിഷ് കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫിനിഷാണ്. ബാക്ക് ഗ്ലാസ് ആണ്, ആക്ച്വലി 2.5D ഗ്ലാസ് ആണ്. 48 മെഗാ പിക്സൽ സെൻസറും 5 മെഗാ പിക്സൽ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. ഡ്യുവൽ LED ഫ്ലാഷും പിന്നെ ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ കാണാം. ഇതിനകത്ത് മോട്ടോൻ്റെ ലോഗോ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ താഴെ Android 1 പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് Android 1ൻ്റെ ലോഗോ കാണാം. അപ്പോൾ നല്ലൊരു ഫിനിഷാണ് ഡിവൈസിന് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ബോട്ടം സെക്ഷനിലാണെങ്കിൽ USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. ടോപ്പ് പാനലിൽ 3.5mm ഓഡി ജാക്ക് ഇൻക്ലൂഡ് ആണ്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേണ്. ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല, ഹൈബ്രിഡ് സ്ലോട്ടാണ്. അപ്പോൾ ഒരു സിം കാർഡും ഒരു SD കാർഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 സിം കാർഡ് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്നത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. ക്യാമറ പഞ്ച് ഹോളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം പഞ്ച് ഹോൾ ക്യാമറ 25 മെഗാ പിക്സൽ. നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടി നോക്കാം. അപ്പോൾ ഫോൺ തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് വേറൊരു ബോക്സ് കാണാം. ഇതിനകത്തൊരു സിം ഇജക്റ്റർ പിന്നാണ് വരുന്നത്. പിന്നെ അതിനകത്ത് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്, റീഡ്മി ഗൈഡാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാണ്ട് തന്നെ പിന്നെ വരുന്നത് ചാർജറാണ്, അഡാപ്റ്ററിനകത്ത് നമ്മൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. ഇത് 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 5 വോൾട്ട് 3 ആംപിയർ, 9 വോൾട്ട് 1.6 ആംപിയർ, 12 വോൾട്ട് 1.2 ആംപിയർ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് 15 വാട്ട് ചാർജിങ്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു USB Type-C കേബിളാണ്, ചാർജിങ് ആൻഡ് ഡേറ്റ സിങ്കിങ്ങിനുള്ള കേബിളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് മോട്ടോ വൺ വിഷൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം വളരെ ടോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. 21:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്നത് ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, കാരണം നല്ല വ്യൂയിങ് ആംഗിൾസും നല്ല കളർ റിപ്രൊഡക്ഷനുമാണ് വരുന്നത്. പിന്നെ നല്ല ടച്ച് റെസ്പോൺസ്, വളരെ സ്മൂത്താണ്. നിങ്ങൾക്ക് കാണാം പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. 25 മെഗാ പിക്സൽ ക്യാമറ പഞ്ച് ഹോൾ ഡിസ്പ്ലേനകത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫീച്ചറായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പോപ്പപ്പ് സെൽഫി ക്യാമറയോ നോച്ചോ ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് Android 1 ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡാണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് മോട്ടോ എക്സ്പീരിയൻസ് വന്നിട്ടുണ്ട്. മോട്ടോ ആക്ഷൻസ് കാണാം. നിങ്ങൾക്ക് കാണാം മോട്ടോൻ്റെ എല്ലാ ഫോണിലും വന്നിരുന്ന പോലെ ക്വിക്ക് ക്യാപ്ചർ, ഫാസ്റ്റ് ഫ്ലാഷ് ലൈറ്റ്, 1 ബട്ടൺ നാവ്, 3 ഫിംഗർ സ്ക്രീൻഷോട്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മോട്ടോ ഡിസ്പ്ലേ ഓപ്ഷൻസും
ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പീക്ക് ഡിസ്പ്ലേ, അറ്റൻറ്റീവ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാണ്ട് നോക്കുകയാണെങ്കിൽ പ്രോബ്ലി സ്റ്റോക്ക് ആൻഡ്രോയിഡിൻ്റെ എല്ലാ എക്സ്പീരിയൻസും തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് 2 മേജർ അപ്ഡേറ്റ്സ്, അതായത് ആൻഡ്രോയിഡ് ക്യൂവും ആൻഡ്രോയിഡ് ആറും വാട്ട് ഓവർ വേർഷൻ ആണെങ്കിലും അത് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുള്ളത് മോട്ടോറോള കമ്പനി ഒഫീഷ്യൽസ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ തന്നെ 3 years ഓഫ് അപ്ഡേറ്റ്സും സെക്യൂരിറ്റി പാച്ചസും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൻഡ്രോയിഡ് 1 പ്ലാറ്റ്ഫോം ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. അപ്പോൾ അത് ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 48 മെഗാ പിക്സൽ സെൻസറാണ്. സാംസങ്ങിൻ്റെ GM1 സെൻസറാണ് വരുന്നത്. ക്വാഡ് പിക്സൽ ടെക്നോളജിയാണ്, പിക്സൽ ബിന്നിങ് ടെക്നോളജിയാണ്. പിന്നെ ഇതിനകത്ത് വരുന്നത് UI നോക്കിയാൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് കാണാം. പോർട്രേറ്റ് മോഡ്, കട്ടൗട്ട് മോഡ്, സ്പോട്ട് കളർ. ഇതിനകത്ത് നൈറ്റ് വിഷൻ പ്രത്യേകിച്ചും ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. കമ്പനി പറയുന്നത് നൈറ്റ് വിഷനിലേക്ക് വളരെ മികച്ച ലോ ലൈറ്റ് പെർഫോമൻസ് കിട്ടുന്നതാണ്. നമ്മളതിനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ് പിന്നീട് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ. പിന്നെ സ്ലോ മോഷൻ, ടൈം ലാപ്സ് എല്ലാം ഉണ്ട്. പിന്നെ ക്യാമറേൻ്റെ ബാക്കി UI നോക്കുകയാണെങ്കിൽ മോഷൻ ഓപ്ഷൻ ഉണ്ട്, പിന്നെ HDR ഓപ്ഷൻ ഉണ്ട്. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാടധികം ഓപ്ഷൻസും കൂടി ഇൻക്ലൂഡഡ് ആണ്. 4K റെക്കോർഡിംഗ് സപ്പോർട്ടാണ്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ല, മറിച്ച് ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് കൊടുത്തിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ, സാധാരണ കാണാറില്ലാത്തതാണ് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ. സാധാരണ എല്ലാം EIS ആണ് വരുന്നത്, പക്ഷേ ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ ഒരു 25 മെഗാ പിക്സൽ ക്വാഡ് പിക്സൽ സെൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് മോട്ടോ വൺ വിഷനെടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽ ആയി ക്യാമറ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. പക്ഷേ ഓവറോൾ ഫസ്റ്റ് ഇംപ്രഷൻസിൽ ക്യാമറ നല്ലതായിട്ടാണ് നമുക്ക് തോന്നിയത്. 48 മെഗാ പിക്സൽ സെൻസർ ആയതുകൊണ്ട് തന്നെ നല്ല ഡീറ്റെയിൽസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ക്യാമറ സാമ്പിൾസ് മോട്ടോ വൺ വിഷൻ്റെ. ഇനി മോട്ടോ വൺ വിഷനിൽ വരുന്നത് 3500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. നേരത്തെ പറഞ്ഞ പോലെ ടർബോ ചാർജിങ് ഇൻക്ലൂഡഡ് ആണ്. 15 വാട്ട് ടർബോ ചാർജിങ് ആണ് ഇൻക്ലൂഡ്. അപ്പോൾ ഒരു ദിവസമൊക്കെ ലാസ്റ്റ് ചെയ്യാനുള്ള ബാറ്ററി തീർച്ചയായിട്ടും ഇതിനകത്ത് കിട്ടുന്നതാണ്. പക്ഷേ ഒരു 4000 mAh ആയിരുന്നു കുറച്ചും കൂടെ ഐഡിയൽ. പക്ഷേ 3500 ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു മോട്ടോ വൺ വിഷൻ്റെ അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് സെയിലാവുന്നത് June 27 ഫ്ലിപ്കാർട്ടിലാണ് സെയിലാവുന്നത്. പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 20,000 റുപ്പീസാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു പ്രൈസ് സെഗ്മെൻറ്റിൽ നല്ലൊരു ഫീച്ചേഴ്സ് തരുന്ന ഒരു ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു വേരിയൻറ്റിലേ വരുന്നുള്ളൂ. 4GB റാം, 128GB സ്റ്റോറേജും, എക്സിനോസ് 9609 ഒക്ടോകോ പ്രോസസ്സറാണ്. എക്സിനോസ് പ്രോസസ്സർ സാംസങ്ങിൻ്റെ പ്രോസസ്സറാണ്. അതാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതായിരുന്നു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.